ഒരു പോത്ത് അവിടെ പെട്ട് കിടപ്പുണ്ട്. അവനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് അതിന് വന്നാൽ ദുർബലം സ്ഥലത്ത് ഉരുളുപൊട്ടിയതിന്റെ ആയിരിക്കാം പെട്ടെന്ന് ഇത്ര വെള്ളം മുങ്ങിയത്. ഈ മതിൽ നമ്മളങ്ങ് അങ്ങോട്ട് കെട്ടുവാണ്. നമ്മുടെ MLA നമ്മുടെ അബുച്ചേട്ടൻ കൂടെ ഉണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. അബുച്ചേട്ടൻ നമ്മുടെ ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ എന്നാ ചെയ്യണം ഇതിനിപ്പം? ഇപ്പൊ നോക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ അടൂർമലാൻ സ്ഥലത്ത് ഉരുളുപൊട്ടിയതിന്റെ ആയിരിക്കാം പെട്ടെന്ന് ഇത്ര വെള്ളം മുങ്ങിയത്. ഈ മതിൽ നമ്മളങ്ങ് അങ്ങോട്ട് കെട്ടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ടെങ്കിലും വെള്ളം താൽക്കാലികമായിട്ടെങ്കിലും കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കേണ്ട വേറെ കാര്യമല്ല, ചേട്ടനുള്ളൂ ഇനി ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നല്ല പരിപാടികൾ നമുക്ക് ഇതിപ്പോ നമ്മളിങ്ങനെ ഉറക്കപ്പുറത്ത് വരുന്നൊരു അപകടമാണല്ലോ ഇതിപ്പോ ഇവിടെ ഇതിന്റെ ഈ ഇത് ഓർക്കപ്പുറത്തല്ല, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്. അത് മനസ്സിലാക്കി എല്ലാവരും ചെയ്യണേ. 2018 നമുക്ക് ഇതിനു മുമ്പ് ഇതുപോലെ വെള്ളം പൊങ്ങിയത്. ഒന്നും നമുക്ക് ഇത്രയും വെള്ളം ഇവിടെ പൊങ്ങിയിട്ടില്ല. ഇതിന് ശേഷം ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു മതിൽ എത്തിച്ച് കേട്ടുവാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വെള്ളം കയറാണ്ടിരിക്കും. ഈ സൈഡ് മുഴുവൻ നമുക്ക് അതുപോലെ തന്നെ എവിടെയൊക്കെ നമുക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ടോ. അപ്പൊ ഈ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എവിടെയൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഞാനത് അന്വേഷിച്ചു. അത് ചിലരിവിടെ പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്നതാണ്. ചിലരിവിടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരെ ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ചുമ്മാ അവിടെ പറയാൻ ഇട്ടേച്ച് പോയിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയും കണ്ടിരിക്കുക. അത് സൂക്ഷിക്കാനൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കെയറായിട്ടിരിക്കുക.